എല്ലാവർക്കും സ്വാഗതം. ആധുനിക തലമുറയ്ക്ക് തീരെ പരിചിതമില്ലാത്ത ഒരു കാഴ്ചയാണ് ഇതാണ് പഞ്ഞിമരം. പഞ്ഞിമരത്തിൽ നിന്ന് കാ പറിക്കുന്നത്. ഏണി വെച്ച് കയറിയിട്ട് ഒരു നീണ്ട കമ്പ് ഉപയോഗിച്ച് കാ വലിച്ച് ചാടിച്ചിടുക ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ഞിമരത്തിന് തീരെ ബലമില്ല. അങ്ങനെ ചാടിക്കുന്ന കായ്കൾ കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് വേനൽക്കാലത്താണ് ഇതുപോലെ പഞ്ഞി കിട്ടുന്നത്. വേനൽക്കാലത്ത് ഈ പഞ്ഞി ആരും ഇങ്ങനെ പൊട്ടിച്ചെടുക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പഞ്ഞി പറന്ന് വീടും പരിസരവും എല്ലാം പഞ്ഞി ഇങ്ങനെ പറന്ന് നമ്മുടെ മൂക്കിലും എല്ലാം കയറും. അതുകൊണ്ട് വേനൽക്കൊന്നും കൂടുതലായിട്ട് ഇത് ആരും പൊട്ടിക്കാറില്ല. ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ ചാക്കിനകത്ത് ശേഖരിച്ച് ഇങ്ങനെ വയ്ക്കുന്ന പഞ്ഞികൾ നല്ല മഴക്കാലമാകുമ്പം മഴക്കാലമാകുമ്പോൾ എടുത്ത് വെച്ച് ഇതിങ്ങനെ പൊളിച്ച് ഇതിൻ്റെ തോട് പൊളിച്ചിട്ട് പഞ്ഞി ഇങ്ങനെ വേർപെടുത്തി എടുക്കും. അങ്ങനെ പഞ്ഞി വേർപെടുത്തി എടുക്കുന്നത് വലിയ വല്ലമെടുത്ത് വെച്ചിട്ട് വല്ലത്തിനകത്തേക്കാണ് ഇതിങ്ങനെ വേർപെടുത്തി കൊടുക്കുന്നത്. ഇവിടെ വല്ലമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചെരുവ് എടുത്തിരിക്കുന്നത്. ഇതുപോലെയല്ല, വല്ലത്തിലാണെങ്കിൽ നല്ലപോലെ ഇതിങ്ങനെ കറക്കുന്ന സമയത്ത് നന്നായിട്ട് ഇത് പൊങ്ങി കയറി വരും. അപ്പോൾ ഇതിനകത്തെ കുരുവെല്ലാം ഇതിനടിയിലേക്കായിട്ട് മാറും. അപ്പം ഇതിനകത്ത് ഇട കുറവായതുകൊണ്ടാണ് ഈ കുറേശ്ശെ ഇങ്ങനെ എനിക്ക് വാരേണ്ടി വരുന്നത്. പക്ഷെ വല്ലമാണെങ്കിൽ നല്ലപോലെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി കയറി വന്നു കഴിയുമ്പോൾ നന്നായിട്ട് നമുക്ക് വാരിയെടുക്കാൻ കിട്ടും. ഇതിന് ഇട കുറവാണ്. എന്നിട്ട് അങ്ങനെ വാരിയെടുക്കുന്ന ഈ പഞ്ഞികൾ ഇങ്ങനെ കവറുകൾ ഉണ്ടാക്കിയിട്ട് ആ കവറിനകത്ത് ശേഖരിച്ച് വയ്ക്കും. ഇതെല്ലാം മഴക്കാലത്തേ ചെയ്യാറുള്ളൂ. വേനൽക്കാലത്ത് ആ പ്രദേശം മുഴുവൻ ഇതിങ്ങനെ പറന്ന് എല്ലായിടത്തും പഞ്ഞിയാകും. പക്ഷേ മഴക്കാലത്ത് മഴ ആയതുകൊണ്ട് തന്നെ ഇതാ കണ്ടമാനം പറന്ന് പോവുകയില്ല. അങ്ങനെ ഈ പഞ്ഞി ഇങ്ങനെ കടഞ്ഞെടുക്കുന്നത് ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഈറ്റയാണ്. ഈറ്റയുടെ മുട്ടുഭാഗം വരുന്ന ഭാഗം വെട്ടിയെടുത്തിട്ടാണ് ഈ മുട്ട് വെട്ടിക്കളയാതെ മുട്ടിന് മുകളിലായിട്ട് ഈ ഭാഗം ഇതുപോലെ വെട്ടിയിട്ട് ഈറ്റ തന്നെ കീറി അതിനകത്തേക്ക് അടിച്ചു കയറ്റി വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ കമ്പ് കൊണ്ടാണ് ഈ പഞ്ഞി ഇതുപോലെ നമ്മൾ തൈരൊക്കെ കടഞ്ഞെടുക്കുന്നത് പോലെ ഉപയോഗിക്കുന്ന പോലെ ഇതിങ്ങനെ കടഞ്ഞ് എടുക്കുന്നത്. ഇങ്ങനെ കടഞ്ഞെടുത്ത് കഴിയുമ്പം ഇത് കറങ്ങുന്ന ഭാഗത്തും ഇതിൻ്റെ കമ്പയിലും ഒക്കെ നമുക്ക് ഈ കുരുവില്ലാതെ ഈ രീതിയിൽ പഞ്ഞി നമുക്ക് ലഭിക്കും. ഈ പഞ്ഞി നമുക്ക് തലവണ ഉണ്ടാക്കുകയോ ബെഡ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. അന്നൊക്കെ എല്ലാ വീടുകളിലും പഴയ കാലത്തെ എല്ലാ വീടുകളിലും ഇങ്ങനത്തെ പഞ്ഞികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പായേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വീടിനകത്ത് അടുത്തുണ്ടായിരുന്ന ഒരു പഞ്ഞിമരത്തിൽ നിന്ന് ഈ വേനൽക്കാലത്ത് പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഈ പഞ്ഞിയാണ് ഇപ്പോൾ ഇത് പൊട്ടിച്ച് ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീട്ടുതുണിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന തലവണയെക്കാളുമൊക്കെ വളരെ ആരോഗ്യത്തിന് നല്ലത് ഇത്തരം പഞ്ഞി കൊണ്ടുണ്ടാക്കുന്ന തലയിണകളും ബെഡും ഒക്കെ ആയിരിക്കും. അതേ കാരണവന്മാർ ഇത്തരം തലവണകളും ബെഡും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അല്ലെങ്കിൽ തഴപ്പായ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് നമുക്ക് പ്ലാസ്റ്റിക് പായൊക്കെ വന്നത്. ആധുനിക തലമുറയൊക്കെ ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ പഞ്ഞിമരങ്ങളൊന്നും ഒരിടത്തും കാണാൻ പോലും ഇല്ല. നമ്മുടെ ഭാഗത്തെങ്ങും ഇല്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടാവാം. പഞ്ഞി ഇങ്ങനെ കടഞ്ഞ് എടുത്ത് വാരി മുകളിലേക്ക് വരുന്ന പഞ്ഞികൾ വാരി മാറ്റി ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ പഞ്ഞിയുടെ കുരു മുഴുവൻ കിടക്കുന്നത് കാണാം. ഇത് കണ്ടോ, ഇതിനകത്തും ധാരാളം കുരു ഇതുണ്ടോ കിടക്കുന്നത്. എന്തുമാത്രം കുരുവാന്ന് നോക്കി. ഇതുപോലെ നമുക്ക് ഇത് വേർതിരിച്ച് പഞ്ഞി എടുക്കാം. പഞ്ഞി എടുത്തതിന് ശേഷം ഈ കുരു ഒന്നിനും ഉപയോഗിക്കുന്നതായിട്ടൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പരുത്തിക്കുരു ആണെങ്കിൽ കന്നുകാലിക്കൊക്കെ കൊടുക്കും. പക്ഷേ ഈ പഞ്ഞിയുടെ കുരുവൊന്നും കൊടുക്കുന്നതായിട്ടൊന്നും അറിയത്തില്ല. കൊടുക്കാവോന്നും അറിയില്ല. ഇത് അടുപ്പിലിട്ടാൽ പടക്കം പൊട്ടുന്നത് പോലെ പട്ടപടാന്ന് പൊട്ടും. അങ്ങനെ നമ്മുടെ പഞ്ഞി ഉപയോഗിച്ച് 2 തലയിണകൾ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.